ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24-ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9001900156. ധീരൻ എന്നൊരു പുതിയ സിനിമ ഉടനെ റിലീസാവുകയാണ്. ഒരുപാട് താരങ്ങൾ അടങ്ങുന്ന ഒരു വമ്പം ഫിലിമാണ് ധീരൻ. അതിൻ്റെ കുറേ ആൾക്കാർ, പ്രത്യേകിച്ച് സുധീഷ് നമ്മുടെ ഫേവറേറ്റ്. കാരണം എനിക്ക് സുധീഷിനെ മറക്കാൻ പറ്റില്ല. കാരണം പുതുമഴയായി പൊഴിയാം എന്നൊരു പാട്ട് ഞാൻ സുധീഷിന് വേണ്ടി പാടി. ഞാൻ ആദ്യമായിട്ട് എന്റെ പാട്ട് ആദ്യം റിലീസ് ചെയ്തില്ല മലയാളത്തില്, ഉദയപുരം സുൽത്താൻ. അതിലും ആ പാട്ടിൽ സുധീഷ് ഏട്ടൻ അഭിനയിച്ചത്. സുധീഷ് ഒരു എന്താണ്, ഒരു ലക്കി ഫിഗർ ആണല്ലേ? അതെ, ആ ഒരു കാലഘട്ടത്തിലെ മോസ്റ്റ് ചാമിങ്. ഇപ്പോഴും ആ ചാമുണ്ട്, ഇപ്പോഴും ഉണ്ട്. നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആണ്. സോ നമുക്ക് ടീം ധീരനെ സന്തോഷത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അപ്പൊ സുധീഷ്, നമസ്കാരം. അഭിരാം, രാജേഷ്, അശ്വതി, ഇനി ഒരുപാട് പേരുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് പേരുണ്ട് ഇനിയും. എന്താ പറയാ, നമ്മുടെ 80s പല ഹീറോസും ഈ പടത്തിൽ പ്രധാനപ്പെട്ട വേഷങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ അശോക് ഏട്ടൻ, പിന്നെ നല്ലൊരു പാട്ടുകാരൻ കൂടാണ് മനോജ്, എല്ലാ പാട്ടുകാരാ, മനോജ് കെ ജി, ജഗദീഷ് ഏട്ടൻ, ഉഗ്രം പാട്ടുകാരൻ. അങ്ങനെ ഞങ്ങളൊരു ഹോൾ ടീമാണ്. പിന്നെ പുതിയ തലമുറയിലുള്ള ഇപ്പൊ അഭിരാം അടക്കമുള്ള, പിന്നെ ശബരീഷ് വർമ്മയുണ്ട്, സിദ്ധാർത്ഥ് ഭരതനുണ്ട്. അങ്ങനെ എന്താ പറയാ, പിന്നെ ഇടക്കാലത്തെ തലമുറയിലുള്ള അരുണുണ്ട്, അരുൺ എന്ന് പറഞ്ഞിട്ടുള്ള നടൻ. അങ്ങനെ എല്ലാ തലമുറകളും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ധീരമായ പ്രവൃത്തിയാണ് ധീരൻ. ആരാണ് ഇതിന്റെ പ്രൊഡ്യൂസർ? പ്രൊഡ്യൂസർ നമ്മുടെ ചിയേഴ്സ് എന്റർടൈൻമെന്റ്. അദ്ദേഹത്തിന് ഒരു ധീരതയുണ്ട്. പിന്നെ അതേ ധീരതന്റെ കാരണം എന്താ അറിയോ, അദ്ദേഹം എടുത്ത പടങ്ങളെല്ലാം ദൈവം സഹായിച്ച് ഓടിയ പടങ്ങളാണ്. ജാനേമൻ, ജെ ജെ ഹേ, ഫാലിമി, മൂന്നും കളക്ട് ചെയ്ത പടങ്ങളാണ്. അപ്പൊ 4ാമത്തെ പടമാണ് ധീരൻ. സുധീഷ് ചേട്ടാ, ഈ പേര് ഭയങ്കര ഒരു അട്രാക്റ്റീവ് പേരാണ്. കാരണം പടത്തിലും എഫക്ട് തന്നെയാണോ? തീർച്ചയായിട്ടും ധീരൻ എന്ന് പറയുന്ന ഒരു എഫക്റ്റീവ് ആണ്. പക്ഷെ ധീരൻ ആരാന്നുള്ള ചോദ്യം ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ശരിയല്ലേ? അത് ചോദിക്കാൻ വേണ്ടി അടുത്ത ചോദ്യമാണ് അത്. എനിക്ക് തോന്നുന്നു, കാരണം ഇത്രയും ആർട്ടിസ്റ്റുകളുണ്ട് ഈ പടത്തിൽ പറഞ്ഞു. അപ്പൊ ഇതിൽ ആരാണ് ധീരൻ? തീർച്ചയായിട്ടും സംവിധായകനും നിർമ്മാതാവും തന്നെയാണ് ഏറ്റവും ധൈര്യമുള്ള ആൾക്കാർ. പക്ഷെ എനിക്ക് തോന്നുന്നതിൽ രാജേഷാണോ ധീരൻ? അത് കണ്ട അങ്ങനെ പറയില്ല, പിന്നെ അങ്ങനെ തോന്നി. കാരണം എല്ലാത്തിലും ലുക്ക് മാത്രമല്ല, ധീരൻ എന്ന് പറയുമ്പോ ഇത്തിരി ധൈര്യം എന്ന് പറയുമ്പോ വേറെ ആവശ്യത്തിന് എല്ലാവർക്കും ധീരത ഉണ്ട് ഇതില്. പിന്നെ മരണമാസില് ആ ധൈര്യം കണ്ടായിരുന്നു കേട്ടോ, വേറെ ലെവലാണ്. പ്രകൃതിയിലുള്ള ചില സംഭവങ്ങളോട് നമുക്ക് ഒരിക്കലും അടുക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനോട് നമ്മൾ മല്ലിട്ട് നിൽക്കുക, ആ ധൈര്യം കാണിക്കുക എന്ന് പറയുന്ന പ്രത്യേക തരം ധീരതയാണ് നമ്മുടെ രാജേഷ് മാധവൻ ഈ സിനിമയിലുള്ളത്. ഭാഷ പറഞ്ഞാൽ കൊള്ളാല്ല. അതെ, കൊള്ളാല്ല. അശ്വതി, വെരി നൈസ്. എന്താണ്, ഗംഭീര റോളാണോ ക്യാരക്ടർ? എൻ്റെ ക്യാരക്ടറിന്റെ പേര് സുരമ്യ എന്നാണ്. ഇതില് സുരമ്യ ഒരു ഭയങ്കര സ്ട്രോങ് ഐഡിയോളജീസ് ഒക്കെ ഉള്ള നാട്ടുമ്പുറത്തുള്ള ഒരു കുട്ടിയാണ്. ഇതിനു മുമ്പ് കക്ഷി അമ്മിണിപ്പിള്ള അതെ അതെ, 1-2 പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യം, അർദ്ധരാത്രിയിൽ, കക്ഷി അമ്മിണിപ്പിള്ള, പിന്നെ റീസെന്റ് ഇറങ്ങിയ ലവ്ലി, അന്വേഷിപ്പിൻ കണ്ടെത്തും, KCF. ഒരു ചോദ്യം, ഡബിങ്ങിന് അശ്വതി സൗണ്ട് തന്നെയാണോ? അതെ അതെ, ഒരു വെറൈറ്റി സൗണ്ടാണ്. അതെ അതെ, യുണീക്കാണ്. അതെ. ഇനിയിപ്പോ ഞങ്ങൾക്ക് അറിയേണ്ടത് സുധീഷ് ചേട്ടൻ ഇതിൽ എന്താ റോള്? അതായത് എന്റെ കഥാപാത്രത്തിന്റെ പേര് ജോപ്പൻ എന്നാണ്. ജോപ്പൻ പാവം. ജോപ്പൻ പാവാണെന്ന് ചോദിച്ചാൽ, ജോപ്പൻ ഒരു ഡോക്ടറാണ്, എന്നാൽ വാട്ടർ അതോറിറ്റിയിൽ വർക്ക് ചെയ്യാണ്. അങ്ങനെയൊക്കെ ഉണ്ട്. ഇടയ്ക്ക് തെങ്ങ് കയറാൻ പോവും. എല്ലാത്തിനും ഒരു വാട്ടർ. പിന്നെ കുറച്ച് സ്ക്രാപ്പിന്റെ ബിസിനസ് ഉണ്ട്. എന്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാല് ഒരു കൊച്ചു വീടാണ് പടത്തില്. അപ്പൊ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടീസ് ആണ് എന്റെ വീട്ടിലുള്ളത്. ഒരിക്കലും നമ്മൾ വീടുകളിൽ കാണാത്ത അറേഞ്ച്മെന്റ്സും കാണാത്ത പ്രോപ്പർട്ടീസും, പിന്നെ മറ്റു പല സാധനങ്ങളും നമുക്ക് മറ്റു പലതിനും ഉപയോഗിക്കാം. ഞാനൊന്ന് ഗ്രഹിച്ചെടുത്തോട്ടെ. ശരിക്ക് ഭയങ്കരമായിട്ടുള്ള ദിവ്യ ദൃഷ്ടിയുണ്ട്. വെള്ളം എന്ന് പറഞ്ഞ ചാരായമാണല്ലേ? അതിന്റെ ഒരു ചെറിയ പരിപാടി. പിന്നെ തെങ്ങ്. നിങ്ങളുടെ അമ്മാവനാണോ അതോ നിങ്ങളുടെ അമ്മാവനാണോ? കഥ മൊത്തം പറയല്ലേ. ഞങ്ങളെല്ലാവരും ഒരേ നാട്ടുകാരാണ്. ചില ആൾക്കാർ തമ്മിൽ ബന്ധങ്ങളുണ്ട്. അഭിരാമിന് ഒരു കാര്യം വേണ്ട, യു ഹാവ് എ ബിഗ് ഫോളോയിങ്. വെരി പ്ലസ് പോയിന്റ്. എന്താണ് അഭിരാമിന്റെ റോൾ? ഇതില് രാജേഷുമായി ബന്ധപ്പെട്ട രാജേഷിന്റെ അള്ളിയന്റെ
കഥാപാത്രമാണ് ഞാൻ ഇതിനകത്ത് ആഹാ. അവതരിപ്പിക്കുന്നത്. ആദ്യമായിട്ടാണ് രാജേഷിന്റെ അളിയനാവുന്നത്. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ആഹാ. പിന്നെ സുധീഷ് ചേട്ടൻ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാമെങ്കിലും ആദ്യമായിട്ടാണ് സുധീഷ് ചേട്ടന്റെ കൂടെ അഭിനയിക്കാൻ പറ്റുന്നത്. ജഗദീഷ് ചേട്ടന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, ഫാലിമി എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ബാക്കി അശോകേട്ടനായാലും മനോജേട്ടനായാലും എല്ലാവരും എനിക്ക് ആദ്യത്തെ അനുഭവമാണ്. അപ്പം ഞാൻ ഒരു പഴയ മലയാള സിനിമ സ്കൂളിലോട്ട് പോയ ഒരു അനുഭവമാണ് എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് പാഠങ്ങൾ അങ്ങനെ അവരുടെ അടുത്ത് പഠിക്കാൻ പറ്റി, കുറെ ടിപ്സ് കിട്ടി. പിന്നെ അവർ നല്ലൊരു പ്രോത്സാഹിപ്പിച്ചു നമ്മളെ. ഞങ്ങളെയും കുറെ പാഠങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പാഠം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.